guys, welcome back to This is what. ഇപ്പൊ നിൽക്കുന്നത് കോഴിക്കോടാണ്. ഇതയുടെ വീട്ടിലാണ് ആക്ച്വലി നിൽക്കുന്നത്. ഞാനും ഇത് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ തൃശ്ശൂരായിട്ട് കേട്ടോ. അപ്പം എനിക്ക് പൊതുവെ കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വരുന്നോന്ന് ചോദിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ചാടിപ്പോന്നത് ഞാനാണ്. ഇന്ന് ആക്ച്വലി ഡേ 2 ആണ്. ഇന്നലെ വന്നതാണ് ഞങ്ങള്. ഇപ്പൊ ഞങ്ങള് കുറച്ച് കോഴിക്കോട് കഫേ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ എവിടെ പോകുന്നത് SM സ്ട്രീറ്റിലൊക്കെ പോയി. ഓക്കെ, അപ്പം ബൈ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ബൺബോയ് എന്ന് പറഞ്ഞ കഫേയിലാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് റോഡിന്റെ അടുത്ത് കോവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് വരും. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേസ്ട്രീസും ബൺസും അവൈലബിൾ ആണ്. ഈ ബൺസ് എന്ന് പറയുമ്പോൾ നല്ല ചോക്ലേറ്റ് ഫിൽഡ് ആയിട്ടുള്ള, ചീസ് ഫിൽഡ് ആയിട്ടുള്ള, പിന്നെ കൊറിയൻ ബൺസ്, ഇതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചത് ഒരു ഫെററോ റോഷർ പേസ്ട്രി ആയിരുന്നു. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടും തോന്നിയില്ല. ഈ ബൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഡിഫറെന്റ് റേഞ്ചസ് ഉണ്ട് ഇവിടെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം റേഞ്ചസ് ഓഫ് ബൺസ് ഉണ്ട് ഇവിടെ. എല്ലാം വരുന്നത് ഒരു 100 rupees താഴേക്കുള്ള ബൺസ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കഴിച്ചിരുന്നത് ഹേസൽനട്ട് ബംബോളിനി എന്ന് പറഞ്ഞൊരു ബൺ ആണ് ആക്ച്വലി. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 75 rupees ആണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള ബൺസ് ആണ്. ചോക്ലേറ്റും ഭയങ്കര ക്വാളിറ്റിയിലാണ്. ഭയങ്കര മെൽറ്റായി നമുക്ക് ഭയങ്കര കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് കിട്ടും. 75 പ്രൈസ് റേഞ്ചിൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ വാങ്ങിച്ചത് ഒരു കൊറിയൻ ബട്ടർ ക്രീം ബണ്ണാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 rupees ആണ് വരുന്നത്. പക്ഷെ നമ്മളിത് കുറച്ച് ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ച, കുറച്ചും കൂടെ ഒരു ഗീ കൂടുതലായതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. ഓൺലി ബട്ടറും ഗീയും ഉള്ള ഒരു എസെൻസ് ആണ് ഇതിന് കൂടുതലുള്ളത്. ബട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ച് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര അഫോർഡബിൾ ആണ് ആക്ച്വലി ഈ ബൺസും പേസ്ട്രീസും ഒക്കെ. അങ്ങനെ അതിനുശേഷം നമ്മൾ ബേക്കറി ആൻഡ് കോയിൽ പോയി. നമ്മൾ ശരിക്കും ചോക്കോലിക്കിൽ പോയതായിരുന്നു, പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ 2 o'clock മാത്രം അങ്ങനെ തുറക്കും. അപ്പൊ ആ സമയം നമ്മൾ ജസ്റ്റ് അതിന് മുകളിലായിരുന്നു ബേക്കറി ആൻഡ് കോ. അപ്പൊ അവിടെ പോയി നമ്മൾ ജസ്റ്റ് അവിടുത്തെ മെനു ഒക്കെ നോക്കി, അവിടുത്തെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കി പോരാന്ന് വിചാരിച്ചു. ഞങ്ങൾ ബേക്കറി ആൻഡ് കോയിൽ പോയി. അവിടുത്തെ റിവ്യൂ തന്നാല് ഞങ്ങളൊന്നും കഴിച്ചില്ല. അതിനുശേഷം ചോക്കോലിക്ക് ഓപ്പൺ ആയി. നമ്മൾ ചോക്കോലിക്കിൽ പോയി. അവിടുത്തെ ആംബിയൻസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് അവിടെ തരുന്നുണ്ട് അവര്. അത് തന്നെയാണ് കഫേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു ബോഗിൻ വില്ല ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഈ കഫേയിൽ തന്നെ കുറെ സെക്ഷൻ ആയിട്ട് ഡിവൈഡഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയി ഒരു കൗച്ചിലൊക്കെ ഇരുന്ന് ചെറിയ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് ഉള്ളോട്ടേക്ക് ആയിട്ട് കുറച്ചും കൂടെ ഒരു അത്ര ലൈറ്റ് ഒന്നും ഇല്ലാത്ത, കുറച്ചും കൂടെ ഒരു പ്രൈവസി തരുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ പോയപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എവിടെ ഇരിക്കണം എന്നുള്ളത്. കാരണം എല്ലാ ഏരിയയും അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി അതുണ്ട്. ബട്ട് ഡിഫറെന്റ് ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ ഓരോ സ്ഥലവും തരുന്നത്. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് ഫോണ്ടിയോ ആണ്. എന്ന് വെച്ചാൽ കുറെ കട്ട് ഫ്രൂട്ട്സും സ്ട്രോബെറി, ബ്രൗണി, മാഷ്മെല്ലോസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണ്. ഈ ഫ്രൂട്ട്സ് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ ഒരു ഫ്രഷ്നെസ്സും ഈ ചോക്ലേറ്റിന്റെ സ്വീറ്റ്നെസ്സും കൂടിയിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഒരു രസമുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുള്ളൊരു കസ്റ്റർഡ് ഫില്ലിംഗ് ഉണ്ട്. ഈ കസ്റ്റർഡ് ഫില്ലിംഗ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഷുഗർലെസ് ആയിട്ടുള്ള ബ്ലാക്ക് ടീ അവൈലബിൾ ആണ്. ഒരു ജാറിൽ അവർ കൊണ്ടുതരും. ഇപ്പം ഭയങ്കര ചോക്ലേറ്റ് കഴിച്ചിട്ട് ഷുഗർ റഷ് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു ചായ കുടിക്കുമ്പോഴേക്കും ആ ഒരു മത്ത് പോയി കിട്ടും. ചോക്കോലിക്കിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സെന്റർ നിയർ സിവിൽ സ്റ്റേഷൻ എരഞ്ഞിപ്പാലത്താണ്. അതിനുശേഷം നമ്മൾ പാസ്ത ബോക്സിൽ പോയി. ആക്ച്വലി ഇത് പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കഫേയാണ്. ഇവിടെ ഫുഡ് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മൾ വാങ്ങിയേക്കുന്നത് 2 പാസ്തയാണ്. ഒന്ന് പെസ്തോ പാസ്ത 220 rupees ആണ്. ഇറ്റ് വാസ് ഗുഡ്. നമുക്ക് ഒട്ടും മടുപ്പ് തന്നിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ 3 പേര് കഴിച്ചിട്ടാണോ എന്നറിയില്ല, പക്ഷേ നല്ലതായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ നമ്മൾ മാക്ക് ആൻഡ് സ്പൈസി പാസ്ത വാങ്ങി. ഇത് 210 rupees ആണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി പെസ്തോ പാസ്തേനേക്കാളും ഒരു പടി മുകളിൽ ഇതായിരിക്കും. കാരണം ഈ ചിക്കൻ, ഇതിൽ കാണുന്ന ഈ ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ പാസ്ത അൺബിലീവബിളി ടേസ്റ്റി ആയിരുന്നു. ഒരു മടുപ്പ് തരാത്ത രീതിയിലുള്ള ചീസി പാസ്ത ആയിരുന്നു. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തി സ്ട്രീറ്റ് ആണ്. ഇവിടെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫിദയുടെ വീട്ടിൽ ഇതാ എത്തി. ഇപ്പൊ നല്ല കുളിച്ച് ഫ്രഷായി സുഖത്തിലിരിക്കാണ്. അപ്പൊ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. സിനിമ കണ്ടെങ്കിലും ഗെയിമൊക്കെ കളിച്ച് നാളെ പോവാണ്, ഇതേ പോവാണ്, എല്ലാവരും പോകും. ഇതാണ് ഞങ്ങളുടെ കുട്ടി വ്ലോഗ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.